ഈശോയ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് ടി വിയുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 75-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എത്രയൊക്കെ ആത്മവിശ്വാസമുള്ള വ്യക്തികളാണെങ്കിൽ പോലും ചിലരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ആ ആത്മവിശ്വാസമൊക്കെ തകരുന്നത് കണ്ടിട്ടുണ്ട്. ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ നാമൊക്കെ വിചാരിക്കും വലിയ ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടുകൂടെ മുമ്പോട്ട് പോയ വ്യക്തികളാണ് അവർ, ഏത് പ്രതിസന്ധിയും പിടിച്ചു നിൽക്കുമെന്ന് പോലും നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവാം. എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന പ്രതിസന്ധികളുടെ മുമ്പിൽ അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആത്മഹത്യകളിലേക്കും വലിയ ദുഃഖങ്ങളിലേക്കുമൊക്കെ പോകുന്ന വ്യക്തികളെ നാം അടുത്തറിയാറുണ്ട്, നമുക്കറിയാം. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. പ്രതികൂല സാഹചര്യങ്ങളിൽ, വേദനിക്കുന്ന നിമിഷങ്ങളിൽ ഒരു വാക്കുമതി നമ്മയൊക്കെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, പ്രതീക്ഷകളൊക്കെ വീണ്ടെടുക്കുവാനായിട്ട് നമ്മുടെയൊക്കെ ഒരു വാക്കുമതി. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്. സാമ്പത്തികമായ ഔന്നത്യമുള്ള കുടുംബം, ആത്മീയ കാര്യങ്ങളിലൊക്കെ വളരെ തൽപരരാണ് അവർ. അങ്ങനെ ജീവിതം മുമ്പോട്ട് പോകുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിലെ മക്കൾ വിവാഹിതരായി ഏകദേശം 3-3.5 മാസം കഴിഞ്ഞപ്പോൾ ജീവിത പങ്കാളിക്ക്, ഹസ്ബൻഡിന് ക്യാൻസറാണ് എന്ന് മനസ്സിലായി. പ്രത്യേകിച്ച് ഈ 3 മാസങ്ങൾ അവരുടെ ജീവിതത്തിൽ വലിയ സന്തോഷം പ്രദാനം ചെയ്ത മാസങ്ങളായിരുന്നു. പക്ഷേ ഒരു ആകസ്മികമായ ഒരു അനുഭവമാണ് അവർക്ക് ഉണ്ടാവുക. ആദ്യ നാളുകളിലൊന്നും ഒരു കുഴപ്പവും ഉണ്ടായില്ല. എന്നാൽ കുറച്ചു നാളുകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഛർദ്ദിക്കുവാനായിട്ട് തുടങ്ങുന്നു, ക്ഷീണമുണ്ടാകുന്നു. അങ്ങനെ നല്ലൊരു മെഡിക്കൽ ചെക്കപ്പിന് ഇദ്ദേഹം വിധേയനാവുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഡോക്ടേഴ്സ് പറയുന്നത് ക്യാൻസറിൻ്റെ അവസാനത്തെ സ്റ്റേജിലാണ് എന്ന്. നമുക്കറിയാലോ, ഇത് വലിയൊരു ദുഃഖമാണ് ആ കുടുംബത്തിന് പ്രദാനം ചെയ്യുന്നത്, ആ വ്യക്തിക്ക്, കേൾക്കുന്ന നമ്മൾക്ക് പോലും. ഈ വ്യക്തി അതൊക്കെ സംയമനത്തോടെ നേരിടുവാനായിട്ട് ശ്രമിച്ചു. മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ദൈവം തരുന്ന ആ ജീവിതം, ദൈവിക സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് എത്രമാത്രം മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് പറ്റുമോ അത്രയുമൊക്കെ കൊണ്ടുപോകുവാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. കുറച്ചു നാളുകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ ജീവിത പങ്കാളിയോട് ഈ വ്യക്തി പറയുന്നത് ഇപ്രകാരമാണ്: എനിക്കിനി അധികം നാളുകൾ ജീവിക്കാനില്ല എന്ന് നിനക്കറിയാമല്ലോ. മരുന്നിൻ്റെയും പ്രാർത്ഥനയുടെയും ഒക്കെ ബലം കൊണ്ട് ഇങ്ങനെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. നീ ഒരു കാര്യം ചെയ്യണം. നിനക്ക് നല്ലൊരു പ്രൊഫഷൻ ഉണ്ടല്ലോ, വീടിനടുത്ത് നല്ലൊരു ജോലി ഉണ്ടല്ലോ. നീ ദൂരങ്ങളിലേക്ക് ജോലി തേടി പോകണം. അതായത് നീ എന്നെ പതുക്കെ പതുക്കെ മനസ്സിൽ നിന്ന് ഉപേക്ഷിക്കുവാനായിട്ട് തയ്യാറാകണം. എനിക്ക് കുറച്ചു നാളുകളെ ജീവിതമുള്ളൂ. നിന്റെ ജീവിതം മുമ്പോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഏതായാലും എന്നെ ഒന്നിനും സുഖപ്പെടുത്തുവാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നിന്റെ ജീവിതം സുന്ദരമായി തീരണം. നീ പതുക്കെ പതുക്കെ എന്നിൽ നിന്ന് അകന്നു പോകണമെന്ന് ഈ ജീവിത പങ്കാളി പറയുകയാണ്. ഇത് കേട്ട മാത്രമേ ഈ സഹോദരിക്ക് ഭയങ്കര വിഷമവുമായി. അവൾ അദ്ദേഹത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഞാൻ കുറച്ചു നാളുകൾ മാത്രമേ ഈ ഭൂമിയിൽ നിങ്ങളോടൊപ്പം ജീവിച്ചുള്ളൂ എങ്കിൽ പോലും എനിക്ക് അത് മതി. കാരണം ആ കുറച്ചു നാളുകൾ തന്ന നല്ല ഓർമ്മകൾ, നല്ല ദിവസങ്ങൾ, അതുമാത്രം എനിക്ക് മതി എൻ്റെ മുമ്പോട്ടുള്ള ജീവിതത്തിന്. ഈ സഹോദരി എന്തു ചെയ്യുന്നറിയാമോ?
വീടിനടുത്ത് ഒരു ജോലി ഉണ്ടായിരുന്നു, അത് റിസൈൻ ചെയ്തു. പിന്നെ അദ്ദേഹത്തോട് പറയുകയാണ്, ഞാൻ ഒരു സ്ഥലത്തേക്കും പോകില്ല, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയാണ്. അദ്ദേഹം വീണ്ടും പറഞ്ഞു, നീ ജോലി റിസൈൻ ചെയ്തു, നീ വേറെ സ്ഥലങ്ങളിലേക്ക് പോകണം, പിന്നെ പതുക്കെ പതുക്കെ മനസ്സുകൊണ്ട് അകന്നോളും, നിനക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് പറ്റും, നീ എന്നെ മറക്കണമെന്ന് വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങി. അദ്ദേഹം പറയുമ്പോൾ ആ സഹോദരി പറയുന്നൊരു കാര്യമുണ്ട്, ഇനിയും ഇങ്ങനെ പറയരുതേ എന്ന്, ഇനിയും ഇങ്ങനെ പറയരുതേ എന്ന്. എനിക്ക് ഈ രോഗത്തിൻ്റെ അവസ്ഥയിൽ പോലും നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ സാധിക്കും, സ്നേഹിക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവർ ഒരുമിച്ച് ജീവിക്കുകയാണ്. ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, ചെക്കപ്പൊക്കെ നടത്തുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ സഹോദരനിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ. സാധാരണഗതിയിൽ മെഡിസിനൊക്കെ കൊടുത്തു കഴിയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വ്യക്തികൾക്കൊക്കെ, ഇങ്ങനെയുള്ളവർക്കൊക്കെ ഉണ്ടാവുക. ഡോക്ടേഴ്സ് പറയുന്നു എന്തോ ഒരു വ്യത്യാസമുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, ഡോക്ടേഴ്സ് അധികം നാളുകളൊന്നും ഇദ്ദേഹത്തിന് വേണ്ടി പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇദ്ദേഹം മനസ്സിൻ്റെ ബലം കൊണ്ടും സഹോദരിയുടെ ആ പ്രാർത്ഥന, ആ ശുശ്രൂഷ കൊണ്ട് ഏകദേശം 3.5 വർഷങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അതിനുശേഷം ഈ സഹോദരിയോട് ഈ മരണത്തിന് മുമ്പ് ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ ആ നാളുകളിൽ നീ തീരുമാനമെടുത്തില്ല, നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കണം. ഇത്രമാത്രം നിൻ്റെ സപ്പോർട്ടുള്ളത് കൊണ്ടും പ്രാർത്ഥനയുള്ളത് കൊണ്ടും ദൈവിക സംവിധാനങ്ങളെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിച്ചത് കൊണ്ടും ഇത്രയും നാൾ ഞാൻ ജീവിച്ചു. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ നീ ഒരു പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം, നിനക്ക് നല്ലൊരു ജീവിതമുണ്ടാകണം എന്ന്. പ്രിയപ്പെട്ടവരെ, ആ ജീവിത പങ്കാളി മരിച്ചു. ഈ സഹോദരി വർഷങ്ങളോളം ആ ഓർമ്മയിലും ആ സ്നേഹത്തിലുമൊക്കെ ജീവിച്ചു. പക്ഷേ അങ്ങനെ ജീവിക്കുമ്പോഴും മനസ്സിൽ വരുന്ന ഒരു തോന്നൽ, ആ പഴയ വാക്കുകൾ ഓർമ്മയുണ്ട്, നിൻ്റെ ജീവിതം നീ ജീവിക്കണം, നീ വേറൊരാളെ ജീവിത പങ്കാളിയായിട്ട് സ്വീകരിക്കണം, എന്നും ഈ ദുഃഖത്തിൽ ജീവിക്കരുത് എന്ന്. അങ്ങനെ ആ സഹോദരി വേറൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളിൽ വഴിമുട്ടി നിൽക്കുന്ന അവസരങ്ങളിൽ നമ്മുടെയൊക്കെ ഒരു വാക്കിന് എത്രമാത്രം പ്രസക്തിയുണ്ടെന്നറിയാമോ? തളർന്ന് തകർന്ന് തരിപ്പണമായെന്ന് പറയുന്ന ജീവിതങ്ങളെ കത്തിജ്വലിപ്പിക്കുവാൻ നമ്മുടെയൊക്കെ വാക്കുകൾക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ സംഭവത്തിൽ ഈ സഹോദരൻ ജീവിത പങ്കാളിയെ മുഴുവൻ മനസ്സിലാക്കിയിരുന്നു. ജീവിതത്തിൻ്റെ അവസാന നാളുകളിലും ഒരു അപേക്ഷയാണ് കൊടുക്കുന്നത്, നീ മുമ്പോട്ട് പോകണം, ആ ഓർമ്മകളിൽ ജീവിക്കരുത്, മുമ്പോട്ട് പോകണം. കാരണം എന്താ? പക്വത നിറഞ്ഞ ഇരുത്തം വന്ന ഒരു ജീവിതം. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ഞാനും നിങ്ങളുമൊക്കെ ധാരാളം വ്യക്തികളുമായിട്ട് ഇടപഴകുന്നുണ്ട്. അവരുടെയൊക്കെ ജീവിതങ്ങളിൽ എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് ഞാനും നിങ്ങളും പ്രതികരിക്കുന്നത്? കുറ്റപ്പെടുത്തലുകൾ അകറ്റുകയുള്ളൂ, ഒരിക്കലും അടുപ്പിക്കില്ല സഹോദരങ്ങളെ. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതത്തിൽ പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ ഒരിക്കലും ദമ്പതിമാരെ തമ്മിൽ അടുപ്പിക്കില്ല, അത് അകറ്റുകയുള്ളൂ. ഇനി നല്ല സുഹൃത്ത് ബന്ധങ്ങളാണെന്ന് ഓർക്കുക, അവിടെയും ഈ കുറ്റപ്പെടുത്തലുകളുണ്ടെങ്കിൽ അവ ആ സുഹൃത്തുക്കളെ എന്നേക്കുമായിട്ട് അകറ്റിക്കളയുള്ളൂ പ്രിയപ്പെട്ടവരെ. എന്നാൽ പ്രതികൂല സാഹചര്യങ്ങൾ സ്വാഭാവികമാണ്, കുറ്റപ്പെടുത്താൻ തോന്നും. നമ്മുടെയൊക്കെ വിചാരങ്ങൾ പോലും യുക്തികൾ പോലും കുറ്റപ്പെടുത്താനായിട്ട് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മെ നയിക്കും. എന്നാൽ ഈ സാഹചര്യത്തിൽ സംയമനത്തോടെ ജീവിതത്തെ നേരിടുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ചിലരൊക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ട്, അച്ചോ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ച വ്യക്തികൾ, മനസ്സ് തുറന്ന് എല്ലാം പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊടുത്ത വ്യക്തികൾ, അവർ കൂടെ നിൽക്കാതെ വന്നപ്പോൾ, അവർ നമ്മെ ഒട്ടും മനസ്സിലാക്കാതെ വന്നപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ആ സമയത്തൊക്കെ ശക്തിയേറിയ വാക്കുകളിലൂടെ അവരെ കുറ്റപ്പെടുത്തി,
ചിലപ്പോഴൊക്കെ അവരെ മനസ്സുകൊണ്ട് ശപിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം അവര് പതുക്കെ പതുക്കെ അകന്നുപോയി. പിന്നെ വലിയ ദുഃഖവും വേദനയും വീണ്ടും വീണ്ടും അവരെ കൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ എന്തു ചെയ്തു? പ്രത്യേകിച്ച് വാട്സപ്പിലൂടെയും അതുപോലുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ വലിയ വേദന കൊടുക്കുന്ന, മുറിപ്പെടുത്തുന്ന മെസ്സേജസ് ഒക്കെ അയച്ചു. അതും കൂടെ കണ്ടു കഴിഞ്ഞപ്പം അവർക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായി. അവരെന്തെങ്കിലും തിരിച്ചു വരുമെന്ന് വിചാരിച്ചുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്തേ. പക്ഷേ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധം അകന്നുപോയി എന്ന്. പ്രിയപ്പെട്ടവരെ, ഇതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. നമുക്കറിയാലോ, വലിയ വേദന, ദുഃഖമൊക്കെ ഉണ്ടാകുമ്പം കൂടെ നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവരെ നിൽക്കാതെ വന്നു കഴിയുമ്പോൾ, ഒരു സപ്പോർട്ട് തരുമെന്ന് വിചാരിക്കുന്ന ഒരു സപ്പോർട്ട് തരാതെ വന്നു കഴിയുമ്പം, നമ്മെ മനസ്സിലാക്കാതെ വന്നു കഴിയുമ്പം നമുക്കൊക്കെ ഇങ്ങനെയുള്ള വികാരങ്ങളും വിചാരങ്ങളുമൊക്കെ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ നമ്മുടെ വിചാരങ്ങളെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുമോ? ഞാൻ മേൽപ്പറഞ്ഞ അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു വ്യക്തി പറഞ്ഞത് ഇപ്രകാരമാണ്. ഞാൻ ഓർക്കുക, ജീവിതത്തിൽ ഒന്ന് സംയമനം പാലിച്ചായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് അനുഭവിക്കുന്ന മാനസിക ക്ലേശം, വേദന അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നു എന്ന്. അന്ന് ഞാൻ ഒന്ന് നിശബ്ദമായിട്ട് ഇരുന്നാൽ മതിയായിരുന്നു, പ്രതികരിക്കാതെ ഇരുന്നാൽ മതിയായിരുന്നു. കാലഘട്ടങ്ങൾ, അത് സമയം എന്നെ സ്വാന്തനിപ്പിക്കും. പിന്നെ എൻ്റെ ദുഃഖങ്ങളും വേദനകളും അവരിൽ നിന്ന് കിട്ടാത്തതെല്ലാം ഞാൻ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കുമ്പം എൻ്റെ ദൈവത്തോട് ഞാൻ ഏറ്റുപറഞ്ഞായിരുന്നെങ്കിൽ മാത്രം മതിയായിരുന്നു, അവിടെ അത്ഭുതം കാണുവാൻ സാധിക്കുമായിരുന്നു. എന്നാൽ എനിക്കങ്ങനെ സാധിച്ചില്ല. ഞാൻ എല്ലാം ചെയ്തു, അവർക്ക് വേണ്ടി നിലകൊണ്ടു. അതെ, ന്യായവും യുക്തിയുമൊക്കെ ആ വ്യക്തിയുടെ കൈകളിലുണ്ട്. പക്ഷേ സംഭവിച്ചതെന്താ? എന്നേക്കുമായി അകന്നു പോകുന്ന നിമിഷം. വലിയ വേദനയോടെ, വലിയ ദുഃഖത്തോടെ അദ്ദേഹം അത് പങ്കുവച്ചു. ഞാൻ പറഞ്ഞു, വേദനിക്കേണ്ട, വിഷമിക്കേണ്ട, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുവാനായിട്ട് സാധിക്കും സഹോദര എന്ന്. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. ഒരുപക്ഷേ നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ മെസ്സേജുകൾ കൊണ്ട് ആരെങ്കിലും നമ്മിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, വേദനയോടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. അവരെയൊക്കെ തിരിച്ചു പിടിക്കുവാനായിട്ട്, നഷ്ടപ്പെട്ട സൗഹൃദങ്ങളും വീണ്ടെടുക്കുവാനായിട്ട്, അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം കൊടുക്കുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും സഹോദരങ്ങളെ. അങ്ങനെ സാധിക്കണമെങ്കിൽ ആ വ്യക്തികൾക്ക് വേണ്ടി, ആ കുടുംബങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് അവർക്ക് വലിയ പ്രാർത്ഥന ആവശ്യമാണ് എന്നുള്ളതാണ്. ആ വ്യക്തികളെ, കുടുംബങ്ങളെ, നമ്മുടെയൊക്കെ മനസ്സുകളിലേക്ക് ആ വ്യക്തികളും കുടുംബങ്ങളും വന്നു കഴിയുമ്പം അവർക്ക് വേണ്ടി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ വലിയൊരു പരിവർത്തനം വരും. പിന്നെ ദൈവം അവിടെ ഇടപെട്ടുകൊള്ളും. അവരെയും ചേർത്ത് നിർത്തി ജീവിക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ ആ വാക്കുകളുടെ ശക്തി വലുതാണ്. എൻ്റെ അടുക്കൽ ഒരു സഹോദരൻ വന്നു. വലിയ ദുഃഖത്തിലൂടെ, നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തി. അദ്ദേഹം ഇങ്ങനെ പതുക്കെ പതുക്കെ അദ്ദേഹത്തിൻ്റെ വേദനകളും ദുഃഖങ്ങളും പങ്കുവയ്ക്കുവാനായിട്ട് തുടങ്ങി. നമുക്കറിയാലോ, ചില വേദനകളും ചില പ്രതികൂല സാഹചര്യങ്ങളും പ്രതിസന്ധികളുമൊക്കെ കേട്ട് കഴിയുമ്പം നമുക്ക് തിരിച്ചു പറയുവാനായിട്ട് ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. നമ്മളൊക്കെ നിസ്സഹായരാ, നമുക്കൊന്നുമില്ല തിരിച്ചു പറയാനായിട്ട്. ആ വ്യക്തിയെ കേൾക്കാൻ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഞാൻ അദ്ദേഹത്തെ കേട്ടുകൊണ്ടേയിരുന്നു. അദ്ദേഹം പറയുന്ന നിമിഷങ്ങളിൽ അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു, വിതുമ്പുന്നുണ്ടായിരുന്നു, ചിലപ്പോഴൊക്കെ പൊട്ടിക്കരയുന്ന അവസ്ഥയിലേക്കും എത്തി. അങ്ങനെ ഏകദേശം 1.25 മണിക്കൂർ കഴിഞ്ഞു. അവസാനം അദ്ദേഹം തന്നെ അത് വൈൻഡപ്പ് ചെയ്തതിന് ശേഷം എന്നോട് പറഞ്ഞു, അച്ചോ, അച്ഛൻ എന്നെ ഇത്രയും നേരം കേൾക്കുവാനായിട്ട് സാധിച്ചല്ലോ എന്ന്. ഇത്രയും നേരം എന്നെ കേൾക്കുവാൻ സാധിച്ചല്ലോ എന്ന് പറഞ്ഞപ്പം അത് മതി അച്ഛാ, എനിക്ക് വലിയ സന്തോഷമായി. കാരണം എന്താ, എൻ്റെ ദുഃഖം ഒന്ന് തുറന്നു പറഞ്ഞപ്പം, എന്നെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചപ്പം എനിക്ക് വലിയ സന്തോഷം തോന്നി, ഒരു നിർവൃതി കിട്ടി.
അത് മതി, ഇനി അച്ഛൻ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചാൽ മാത്രം മതി, വേറൊന്നും പറയണ്ട എന്ന്. പ്രിയപ്പെട്ടവരെ, ജീവിത സാഹചര്യങ്ങളിൽ ചില വാക്കുകൾ അല്ലെങ്കിൽ നമുക്ക് സ്വാന്തന വാക്കുകൾ കൊടുത്തുകൊണ്ട് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് പറ്റില്ല സഹോദരങ്ങളെ. നമുക്ക് അവരോടൊപ്പം നിൽക്കുവാനായിട്ടേ പറ്റുകയുള്ളൂ, അവരെ ചേർത്ത് പിടിക്കാനായിട്ടേ പറ്റുകയുള്ളൂ. ചിലപ്പോൾ അവരോടൊപ്പം കുറച്ചൊക്കെ നമുക്ക് യാത്ര ചെയ്യുവാനും സാധിക്കും. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്ന ഒരു സംഭവമുണ്ട്. പാപിനിയായ സ്ത്രീയെയും കൊണ്ട് കുറച്ചു പേര് ഈശോയുടെ അടുക്കലെത്തുകയാണ് ചെയ്യുന്നത്. അവരുടെ നിയമം പറയുന്നത് ഇപ്രകാരമായിരുന്നു: പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന്. എന്നാൽ ഈശോ അവരുടെ വാക്കുകളെല്ലാം കേട്ടുകൊണ്ടിരുന്നു, നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. ഈശോ ഒന്നും മറുപടി പറഞ്ഞില്ല. ഈ സ്ത്രീ ആണെങ്കിൽ ഭയം കൊണ്ട് വിറയ്ക്കുകയാണ്. കാരണം എന്താ? സമൂഹത്തിലുള്ള എല്ലാവരും വെറുക്കുന്നു, പിന്നെ ആരും കൂടെയില്ല. ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. സാധാരണ ഒരു മരണമല്ല സംഭവിക്കാൻ പോവുക, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം. ഇഞ്ചിഞ്ചായിട്ട് മരിക്കാൻ പോവുകയാണ്. വലിയ ദുഃഖത്തോടെ വ്യതയോടുകൂടെ ആ സ്ത്രീ അവിടെ നിൽക്കുകയാണ്. ആൾക്കൂട്ടത്തിൻ്റെ ആക്രോശവും ശകാരവും കുറ്റപ്പെടുത്തലുകളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈശോ അവസാനം അവിടെ കൂടിയ വ്യക്തികളോട് പറഞ്ഞത് നമുക്കറിയാം: നിങ്ങളിൽ പാപമില്ലാത്തവൻ ഈ സ്ത്രീയെ കല്ലെറിയട്ടെ എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വന്നപ്പം അവിടെ കൂടിയ ഓരോരുത്തരും ഒന്ന് ജസ്റ്റ് ചിന്തിച്ചു അവരെക്കുറിച്ച് തന്നെ. എറിയാനെടുത്ത കല്ലുകളൊക്കെ താഴെയിട്ട് അവർ തിരിച്ചുപോയി. അവസാനം ഈശോയും ഈ സ്ത്രീയും മാത്രമായി തീരുന്നു. ഈശോ അവളോട് പറഞ്ഞു: മകളെ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ നീ പാപം ചെയ്യരുത് എന്ന്. സ്നേഹമുള്ളവരെ, വലിയൊരു അത്ഭുതം നടന്നത് ഇവിടെ കണ്ടോ? കാരണം എന്താ? ഈശോ അവിടെ ഇടപെട്ടു. ആ ഇടപെടൽ വലിയൊരു മാറ്റമാണ് ആ വ്യക്തിയിൽ, ആ സ്ത്രീയിൽ സംഭവിച്ചത്. പിന്നെ അവളുടെ ജീവിതം മുഴുവൻ സൽപ്രവൃത്തികൾ കൊണ്ട് നിറയുവാനായിട്ട്, ഗുരുവിനോടൊപ്പം ചേർന്ന് നിൽക്കുവാനായിട്ട് അവൾ ശ്രമിച്ചു. അവളും വലിയൊരു സുവിശേഷ പ്രഘോഷകയായി മാറുകയാണ് ചെയ്തത്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ കുറ്റങ്ങളില്ലാത്ത, കുറവുകളില്ലാത്ത വ്യക്തികൾ ആരുമില്ല. അവരെ ആയിരിക്കുന്ന അവസ്ഥയിൽ നേടിയെടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? എനിക്ക് ഒരു കമ്പനി മാനേജറെ അറിയാം. അദ്ദേഹം നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ കമ്പനി നടത്തിക്കൊണ്ട് പോവുകയാണ്. 150-ൽ പരം സ്റ്റാഫുകളൊക്കെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവരെയും അദ്ദേഹം സ്വീകരിക്കും. എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ സ്വീകരിക്കും, അത്ര എക്സ്പേർട്ടീസും ഇല്ലാത്ത ആൾക്കാരെയൊക്കെ അദ്ദേഹം സ്വീകരിക്കും, എല്ലാവരെയും സ്വീകരിക്കും. വളരെ ഭംഗിയായിട്ടാണ് ഈ കമ്പനി മുമ്പോട്ട് പോകുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്: അച്ചോ, ഈ 150 പേര് അവരുടെ ജീവിതങ്ങൾ, അവരിൽ കുറവുകളുള്ളവരും ഉണ്ട്, വലിയ കഴിവുകളുള്ളവരും ഉണ്ട്. ഞാൻ എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനായിട്ട് ശ്രമിക്കും. കാരണം എന്താ? അത് ദൈവം നൽകിയതാ ഓരോരുത്തരുടെയും കഴിവുകൾ. അതൊന്ന് കണ്ടു മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്താൽ, ചില വാക്കുകൾ കൊണ്ട് നിനക്കത് സാധിക്കും, ചെയ്യാൻ പറ്റുമെന്ന് അവരോട് തറപ്പിച്ച് പറയുമ്പം, ഒരു സപ്പോർട്ട് കൊടുക്കുമ്പം അവരിൽ വരുന്ന വലിയ വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന്. പിന്നെ അദ്ദേഹം എന്നോടൊരു കാര്യം സൂചിപ്പിച്ചു: അച്ചോ, നമുക്കറിയാലോ, ഒരു 1000 രൂപ മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിയോട് നമ്മൾ 10,000 രൂപയോ 1,00,000 രൂപയോ ചോദിക്കാൻ പാടില്ല. 1000 രൂപ ഉള്ള വ്യക്തിയോട് 1000 രൂപ മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. ഇതേ തത്വമാണ് ചില വ്യക്തികളുടെ അടുക്കലും നാം ചെയ്യേണ്ടത്. അവരുടെ കഴിവ് എത്രയുണ്ട് എന്ന് നമുക്കറിയാം. അതിൽ കൂടുതൽ അവരോട് ചോദിക്കരുത്, അവരോട് പറയരുത് ചെയ്യുവാനായിട്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ, ചെയ്യുവാനായിട്ട് ശ്രമിച്ചാൽ, അവർക്കില്ല തരാൻ, അവർക്കുള്ളതേ തരാനായിട്ട് പറ്റുള്ളൂ.
അവരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചാൽ മതി. അവരെ കുറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുവാനായിട്ട് മാത്രം ശ്രമിച്ചാൽ മതി. അവിടെയാണ് ജീവിതം വലുതാകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധാരാളം വ്യക്തികളെ കണ്ടുവരുന്നുണ്ട്. അവരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുമ്പം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങളൊക്കെ നടക്കാതെ വന്നു കഴിയുമ്പം കുറ്റപ്പെടുത്താനും അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തുവാനും ഒക്കെയുള്ള പ്രവണതകൾ ധാരാളമാണ്. എന്നാൽ നമ്മുടെയൊക്കെ വാക്കുകളെ ഒന്ന് നിയന്ത്രിക്കുവാനായിട്ട്, അവരെ കൂടി ഒന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട് സാധിക്കട്ടെ. യേശു എന്താ ചെയ്തത്? കൂടെയുള്ള എല്ലാവരും ആക്രോശിച്ചപ്പോഴും ആ സ്ത്രീയെ ചേർത്ത് പിടിച്ചു. അങ്ങനെ ചേർത്ത് പിടിച്ചപ്പോൾ അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടായി. ദൈവത്തിൻ്റെ മകളായിട്ട് അവൾ തീരുകയാണ് ചെയ്യുന്നത്. സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളെ എല്ലാവരെയും സമർപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ, സമൂഹത്തിൽ ഒരുപക്ഷേ വാക്കുകൾ കൊണ്ട് വേദനിച്ചവരുണ്ട്, വേദനിപ്പിക്കപ്പെട്ടവരുണ്ട്. അവരെയൊക്കെ ഒരു നിമിഷം ഒന്ന് ഓർക്കാമോ? ഒരു തീരുമാനമെടുക്കാം. ദൈവമേ, എൻ്റെ വാക്കുകൾ കൊണ്ട്, എൻ്റെ നിയന്ത്രണമില്ലാത്ത സംസാരം കൊണ്ട് എൻ്റെ കൂടെയുള്ള ജീവിത പങ്കാളിയെ, മക്കളെ, മാതാപിതാക്കളെ, എന്നോടൊപ്പം ജോലി ചെയ്യുന്ന ആരെയെങ്കിലും ഞാൻ മുറിപ്പെടുത്തിയാൽ എന്നോട് ക്ഷമിക്കണമേ. സംയമനത്തോടെ ജീവിതത്തെ നേരിടുവാനുള്ള ശക്തി ദൈവമേ അങ്ങ് തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.